മെയ് 28 തിയേറ്ററുകളിലെത്തിയ ഒരു തമിഴ് ചിത്രം. ഒരു തരത്തിലും ഒരു ഹൈപ്പും ഉണ്ടായിരുന്നില്ല ഈ ചിത്രത്തിന്. ഒരു പുതുമുഖ സംവിധായകൻ, പ്രൊഡക്ഷൻ കമ്പനിയിൽ ഒരു ചെറിയ വിശ്വാസം ഉണ്ടെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് ഹിറ്റാകുമോ അതോ ഇതൊക്കെ റിലീസ് ചെയ്തോ എന്ന് പോലും അറിയാതിരുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുണ്ടായിരുന്നു. സിനിമയുടെ പേര് ബ്ലാസ്റ്റ്, നായകൻ്റെ പേര് അർജുൻ സർജ, നായികമാരുടെ പേര് അഭിരാമി, പ്രീതി മുകുന്ദൻ. ഇതായിരുന്നു ഈ സിനിമയുടെ സ്റ്റാർ കാസ്റ്റ്. പക്ഷെ ഒരു തരത്തിലുള്ള പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി ആളുകളില്ല, വലിയ ബഡ്ജറ്റില്ല, മെഗാമാസ് പണമല്ല. പക്ഷേ ഇറ്റ് ഹാസ് ഡൺ വണ്ടേഴ്സ്. ചില സിനിമകൾ അങ്ങനെയാണ്. ചില സിനിമകൾക്ക് ഗംഭീരമായ വിജയം ഉണ്ടാകണമെങ്കിൽ അതിന് വലിയ ബഡ്ജറ്റിൻ്റെ ആവശ്യമൊന്നും വേണ്ട. കൃത്യമായി ആളുകളെ പിടിച്ചിരുത്താൻ പറ്റുന്ന കഥയും നല്ല നല്ല മൊമെൻറ്റ്സും ഹൈ എലിവേഷൻ സീൻസും നിങ്ങൾക്ക് സിനിമയ്ക്കകത്ത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുക വിത്ത് ലോജിക് എന്നുണ്ടെങ്കിൽ ആളുകൾ ആ സിനിമ ഏറ്റെടുക്കും. കം വാട്ട് ദ സ്റ്റാർ കാസ്റ്റേഴ്സ്. അതുതന്നെയാണ് ബ്ലാസ്റ്റ് എന്ന സിനിമയെ പറ്റിയും സംസാരിക്കാനുള്ളത്. ബ്ലാസ്റ്റ് തിയേറ്ററുകളിൽ വലിയ വിജയം ഉണ്ടാക്കിയെടുക്കുകയാണ്. തമിഴ്നാട്ടിലും വലിയ വിജയമായി മാറുകയാണ്. ഏകദേശം 35 കോടി രൂപയാണ് ആഗോള തലത്തിലുള്ള ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് ബ്ലാസ്റ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഡേ 1നേക്കാൾ കളക്ഷൻ ഡേ 2ലുണ്ട്, ഡേ 2നേക്കാൾ കളക്ഷൻ ഡേ 3ലുണ്ട്, ഡേ 3നേക്കാൾ കളക്ഷൻ ഡേ 4ലുണ്ട്. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറുമുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ്റെ കുതിപ്പുകൾ ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള മാർക്കറ്റുകളായി മാറുന്നുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ മിഡ് നൈറ്റ് ഷോസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റിന് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ. അതൊക്കെ ഹൗസ്ഫുൾ ഷോസായിട്ട് മാറുകയും ചെയ്തിരുന്നു. ഇവിടേക്ക് എത്തിച്ചത് മാജിക് ഫിലിംസിൻ്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ഈ സിനിമ കേരളത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് സുഭാഷ് കെ രാജ് എന്ന വ്യക്തിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ സിനിമയാണ്. അദ്ദേഹം ഇതിനു മുമ്പ് പ്രദീപ് രംഗനാഥൻ്റെ കൂടെ വർക്ക് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം ആണിപ്പോൾ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും ആദ്യത്തെ 4 ദിവസം കൊണ്ട് തന്നെ 21 കോടി രൂപ ഈ സിനിമ കളക്ട് ചെയ്തു. അതുകൊണ്ട് ഞാൻ പറയാം, ഡേ 1നേക്കാൾ കളക്ഷൻ 2ലും 3ലും 4ലും അത് സിനിമയ്ക്ക് കൊണ്ടുവരുത്താൻ പ്രത്യേകിച്ച് ഫസ്റ്റ് വീക്കെൻഡിൽ ഗംഭീരമായ കളക്ഷനാണ് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. കരാട്ടെക്കാരൻ്റെ ജീവിതമാണ് അർജുൻ സർജ നയിക്കുന്നത്. അർജുൻ്റെ മകളായിട്ടാണ് പ്രീതി മുകുന്ദൻ എത്തുന്നത്, അഭിരാമി വൈഫായിട്ടാണ് എത്തുന്നത്. അവരുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത കുറച്ചധികം അതിഥികൾ വരുന്നു. ആ അതിഥികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം. ഒന്നാമത്തെ കാര്യം, ഇതിന് റോക്ക് സോളിഡ് സ്ക്രീൻ പ്ലേ ആണുള്ളത്. അതായത് ഇതിൻ്റെ സീൻസ് പോകുന്ന ഒഴുക്കെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഒരു നല്ല നദിയിൽ ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് പോലെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പോകുന്നൊരു നദി. ഒരു തരത്തിലുമുള്ള പൊല്യൂഷനൊന്നുമില്ലാത്ത ഒരു നദിയിൽ ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് പോലുള്ള ആബ്സല്യൂട്ട്ലി സൂപ്പർബ് സ്ക്രീൻ പ്ലേ ഈ പടത്തിനുണ്ട്. നല്ലൊരു തിരക്കഥയുണ്ട്. ആ തിരക്കഥയ്ക്കകത്ത് എന്തൊക്കെയാണ് ഓഡിയൻസിന് വേണ്ട ഹൈ മൊമെൻറ്റ്സ്, അതിനകത്ത് ഫൈറ്റ് സീക്വൻസ് ആണെങ്കിൽ ഫൈറ്റ് സീക്വൻസ്. പിന്നെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്ത്രീകൾ ഫൈറ്റ് ചെയ്താൽ അത് സ്ക്രീനിൽ കാണാൻ കൊള്ളില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ചിന്ത ഉണ്ടെങ്കിൽ നേരെ പോയി ഈ സിനിമ കണ്ടാൽ മതി. അഭിരാമി ആൻഡ് പ്രീതി മുകുന്ദൻ വിൽ ബ്ലോ യുവർ മൈൻഡ്സ് അവേ. അവർ ഗംഭീരമായിട്ട് അവരുടെ സ്റ്റൺ സീക്വൻസസ് ചെയ്തിട്ടുണ്ട്. അത് സൂപ്പറാണ്, അത് കണ്ടു നോക്കണം. അത് പ്രീതിയൊക്കെ ചെയ്യുന്ന ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറില്ലേ കിൻഡൽ ഇടി എന്നൊക്കെ, ആ ഇടി നമുക്ക് കിട്ടും സ്ക്രീനിൽ. അതായത് പ്രീതി അടിക്കുന്ന ഓരോ ഇടി, പ്രീതി ചവിട്ടുന്ന ഓരോ ചവിട്ട് നമുക്കത് കിട്ടും. അത് ഇങ്ങനെ അടിക്കും. അതിന് ഓഡിയൻസ് നമ്മളത് ഹുക്കായിപ്പോൾ. ആ ഹുക്കാവുന്ന മൊമെൻറ്റിലാണ് ഈ സിനിമ വിജയമാകുന്നത്. ചുമ്മാ ആരെങ്കിലും അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അടിക്കുമ്പോൾ അട്ടിക്കൊള്ളണം ഉള്ളതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ലോകയിൽ കല്യാണിയുടെ ചെറുപ്പം ചെയ്ത കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയിൽ ആ ദൈവം പൊസസ്ഡ് ആയിട്ട് കഴിഞ്ഞിട്ട് ആ കുട്ടി ചെയ്യുന്ന ആക്ഷൻ സീക്വൻസസ് ഏതെങ്കിലും ഒരു ഓഡിയൻസിന് കണക്റ്റ് ആവാൻ തരുന്നിട്ടുണ്ടോ? ഇല്ല. സോ ഇറ്റ്സ് ഹൗ യു പ്രസൻറ്റ് ഇറ്റ്. അല്ലാതെ സ്ത്രീകൾ ചെയ്ത ആക്ഷൻ ഫൈറ്റ് സീക്വൻസസ് ഒന്നും വർക്കാവില്ല, സ്ത്രീകൾ ഗുണ്ടകളായാൽ ശരിയാവില്ല. അല്ല, എങ്ങനെയാണോ ആ സംവിധായകൻ അവരെ പ്രസൻറ്റ് ചെയ്യുന്നതോ അതനുസരിച്ചിരിക്കും. അല്ലാതെ ഓഡിയൻസ് എന്തും അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. എല്ലാ തരത്തിലുമുള്ള ഓഡിയൻസ്, എവിടത്തെയും ഓഡിയൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ നേരെ ചോദ്യം തന്നാൽ മതി എന്നത് മാത്രമേ ഇവിടുത്തെ ആവശ്യമുള്ളൂ. സോ അത് തന്നെയാണ് ഇവിടെയും വന്നത്. ആൻഡ് പ്രീതിയെ സാധാരണയായി ഗ്ലാമറസ് റോൾസിലൊക്കെ ചെയ്തു തുടങ്ങിയ കഥാപാത്രത്തിനെ ക്യാരക്ടറായിട്ട് കിട്ടുന്ന, അതും ഗംഭീര ക്യാരക്ടറായിട്ട് കിട്ടുന്ന ഒരു വേഷം ഏറ്റെടുക്കാനും അത് കൊടുക്കാൻ തയ്യാറായ സംവിധായകന് ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ കൊടുക്കണം. അഭിരാമി ഗംഭീരമായ ട്രാൻസ്ഫോർമേഷൻ ബോഡിയിൽ തന്നെ അവർ വരുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് അവരവരുടെ ക്യാരക്ടറിനെയും അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അർജുൻ സർജയെ ആക്ഷൻ കിങ് എന്ന് എന്തിനാണ് വിളിക്കുന്നതെന്ന് പല ജെൻസി പിള്ളേർക്കും തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളോ ചരിത്രങ്ങളോ ഒന്നും ആവർത്തിക്കുന്നില്ല. ബ്ലാസ്റ്റ് പോയി കണ്ടാൽ മതി, സംശയങ്ങൾ മാറി കിട്ടിക്കോളും എന്നുള്ളതാണ്. എന്തായാലും സ്വാഭാവികമായിട്ടും സെക്കൻഡ് വീക്കൊക്കെ വന്നപ്പോഴേക്കും അതിൻ്റെ ഒരു ചെറിയ ഡിപ്പ് വന്നിട്ടുണ്ട് കളക്ഷൻ വൈസിൽ. ആ കളക്ഷൻ വൈസിലുണ്ടായ ഡിപ്പിനെ പറ്റിയും ഒരു രീതിയിൽ പക്ഷേ തിരിച്ചു വരാനുള്ള സാധ്യതകൾ തന്നെയാണ് നിൽക്കുന്നത്. ഏകദേശം ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 10 മുതൽ 12 കോടി രൂപ വരെയായിട്ടാണ് കിട്ടുന്നത്. അതിലാണ് 35 crore
കളക്ഷനിലേക്ക് നിലവിൽ നിൽക്കുന്നത് ഒരു തരത്തിലുമുള്ള ബസ് ക്രിയേറ്റ് ചെയ്യാത്തൊരു സിനിമയാണ്, ഒരു തരത്തിലുള്ള ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാത്തൊരു സിനിമയായിട്ടാണ് ബ്ലാസ്റ്റ് തിയേറ്ററുകളിലേക്ക് വരുന്നത്. സാധാരണ സിനിമ വരുന്നു, ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു സിനിമ വരുന്നു എന്നത് ഒഴിച്ചു നിർത്തിയ അർജുൻ ഫാൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു പടമായിരുന്നില്ല. പക്ഷേ വേർഡ് ഓഫ് മൗത്തിലൂടെ വീണ്ടും അടിച്ചു കയറിയ സിനിമ, നമ്മൾ ഒബ്സഷൻ സംസാരിക്കുന്നത് പോലെ തന്നെ അതിലൂടെ അതുപോലെ മറ്റൊരു സിനിമ കയറിപ്പോയൊരു സിനിമയും കൂടിയാണ് ബ്ലാസ്റ്റ് ഇപ്പോഴും ഗംഭീരമായിട്ട് തിയേറ്ററുകളിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വലിയ വലിയ സിനിമകളെ പറ്റിയല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്. സാധാരണയായി എടുക്കപ്പെടുന്ന തമിഴ് സിനിമകൾ വിജയിപ്പിച്ചെടുക്കാൻ തയ്യാറാകുന്ന അവിടുത്തെ ആർട്ടിസ്റ്റുകളെയും കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പോൾ വലിയ പ്രധാനപ്പെട്ട സ്റ്റാർസ് കഴിഞ്ഞ മാസങ്ങളിൽ സിനിമ ഇറക്കിയിരുന്നു, എന്നിട്ട് എന്താ അവസ്ഥ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ തമിഴ് ഓഡിയൻസും ഇവോൾവ് ചെയ്യുകയാണ്. സ്റ്റാർസിനെ വെച്ച് മാത്രമല്ലാതെ കണ്ടന്റ് ഡ്രിവൻ സിനിമകൾ കാണാൻ തയ്യാറായി നിൽക്കുന്ന തമിഴ് ഓഡിയൻസിനെ കാണാൻ കഴിയുന്നതിലും ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ബ്ലാസ്റ്റ് എന്ന സിനിമയുടെ വിജയവുമായിട്ടും കണക്കാക്കപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.